Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ V20 സീരീസിലെ V20 SE ആണ്. സ്പെഷ്യൽ എഡിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. Vivo V20 SE ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അടുത്ത് വിവോ അവരുടെ ഏറ്റവും പുതിയ V20 ഇറക്കിയത് ഇന്ത്യയിൽ 24,990 രൂപയ്ക്കായിരുന്നു. അതിൽ വളരെ ഇംപ്രസീവായ ക്യാമറയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ Vivo V20 SE എന്താണ് പുതിയതായി കൊണ്ടുവരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് നമ്മൾ Vivo V20 പോലെ തന്നെയാണ്. ഇതിനകത്ത് വരുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 665 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതേപോലെ തന്നെ 48 മെഗാ പിക്സൽ റിയർ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 4100 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡഡാണ്. പിന്നെ ഒരു AMOLED ഡിസ്പ്ലേ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പിന്നെ വിവോൻ്റെ ഫൺ ടച്ച് OS 11 Android 10 അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ബോക്സ് പാക്കേജ്. വിവോ V20 SE എഡിഷൻ, സ്പെഷ്യൽ എഡിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ബോക്സ് പാക്കേജ് ക്വൈറ്റ് സിമിലറാണ് വിവോ V20 പോലെ തന്നെയാണ്. 32 മെഗാ പിക്സൽ സൂപ്പർ നൈറ്റ് സെൽഫി ക്യാമറയാണ് വരുന്നത്. 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. റിയർ പാനലിൽ 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറ, ഒരു 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും ഒരു 2 മെഗാ പിക്സൽ സെൻസർ കൂടിയും ഇൻക്ലൂഡഡാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 8GB റാമും 128GB സ്റ്റോറേജ്. ഇത് ഒരേ വേരിയൻ്റ് വരുന്നുള്ളൂ. ഗ്രാവിറ്റി ബ്ലാക്ക് ആണ്, ഒരു ഗ്രീൻ കളറുണ്ട്, അക്വാമറൈൻ ഗ്രീൻ, അങ്ങനെ 2 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. പിന്നെ ഇതിൻ്റെ സ്പെക്സും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വേറൊരു കേസ് ഉള്ള ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു TPU കേസാണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റാൻഡേർഡ് TPU കേസാണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. 48+8+2 32 മെഗാ പിക്സൽ 4100 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 7.83 mm തിക്നെസ് ഉള്ളൂ, വളരെ സ്ലിമ്മായ ഒരു ഫോം ഫാക്ടറാണ് വരുന്നത്. പിന്നെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 1.099 0.763 ആണ് സാർ വാല്യൂ, ഇന്ത്യ സാർ വാല്യൂ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം. പിന്നെ നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് വിവോ V20 SE. അപ്പോൾ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. ഒരു AMOLED ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ റിയർ ക്യാമറയും എല്ലാം തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. 2 സിം കാർഡും ഒരു ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡാണ്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വരും നോക്കാം. ഒരു 33 വാട്ട് അഡാപ്റ്ററാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം 33 വാട്ട് ഔട്ട്പുട്ട് വരുന്ന അഡാപ്റ്ററാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. 11 വോൾട്ട് 3 ആംപിയർ 33 വാട്ട് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവോ V20 പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഒരു USB Type-C കേബിളാണ്. ചാർജിങ് ആൻഡ് ഡേറ്റ സിംഗിങ്ങിന് സ്റ്റാൻഡേർഡ് കേബിളാണ് വരുന്നത്. പിന്നെ ഒരു ഇയർഫോണും കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇയർഫോണാണ്, നല്ലൊരു ക്വാളിറ്റിയുള്ള ഇയർഫോണാണ്. നമുക്ക് കാണാം വിവോൻ്റെ ഒരു ഇയർഫോണാണ്. 3.5mm ഓഡിയോ ജാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഏത് ഫോണിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഫീച്ചേഴ്സും പ്രോസസ്സറും കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്ത് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം വളരെ നല്ല കളേഴ്സാണ്, നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി കാണാം. നമുക്ക് നല്ല ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. എവിടെയാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു U നോച്ചാണ്. വിവോ V20 പോലെ തന്നെ SE എഡിഷനിലും U നോച്ചാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേ AMOLED ആയതുകൊണ്ട് തന്നെ നല്ല കളേഴ്സും നല്ല ടച്ച് റെസ്പോൺസുമാണ് വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മുകളിൽ സിം ട്രേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഉണ്ട്. അതേപോലെ ഒരു മൈക്രോഫോണും ഇവിടെ കാണാം നിങ്ങൾക്ക്. പിന്നെ താഴത്ത് USB Type-C പോർട്ടും 3.5mm ഓഡിയോ ജാക്കും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ഇനി പുറകിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കാണാം വളരെ ഒരു ഭംഗിയുള്ള ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഫിംഗർ പ്രിൻറ്റ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഫിംഗർ പ്രിൻറ്റ്സ് ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നല്ലൊരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്, നല്ലൊരു ഗ്ലോസി ഫിനിഷാണ്, നല്ല ഒരു ഗുഡ് ലുക്കിംഗ് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം. വിവോ ബ്രാൻഡിങ് കാണാം. അപ്പോൾ ഇത്രയാണ് ഡിവൈസിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ. ഇത് പവർ ചെയ്യുന്നത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 665 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതൊരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്, ഒരു പവർഫുൾ പ്രോസസ്സർ അല്ല എങ്കിലും ഒരു മിഡ് റേഞ്ച് പ്രോസസ്സറാണ്. 8GB റാമും 128GB സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് Android 10 ആണ്, ഫൺ ടച്ച് OS 11 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വേർഷൻ ഒന്ന് നോക്കാം.
അപ്പോൾ ഇതാണ് ഫൺ ടച്ച് OS വേർഷൻ. നമുക്ക് അബൌട്ട് ഫോൺ എടുക്കാം. ഡിവൈസ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കാണാം അവിടെ. ഇവിടെ നമുക്കാണ് 8GB റാം, 128GB സ്റ്റോറേജ്, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 665 ചിപ്സെറ്റാണ്, ആൻഡ്രോയിഡ് 10 ആണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലോട്ട് പോകാം. ഇതിൽ വരുന്നത് 48 മെഗാപിക്സൽ പ്രൈമറി സെൻസറും പിന്നെ അത് സാംസങ്ങിൻ്റെ M1 സെൻസറാണ്. പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും 2 മെഗാപിക്സൽ സെൻസറാണ് വരുന്നത്. മാക്രോ സെൻസർ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 4100 mAh കപ്പാസിറ്റി ബാറ്ററിയും വളരെ സ്ലിമ്മായ ഫോം ഫാക്ടറാണ് വരുന്നത്. വെറും 7.8 mm തിക്നെസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ സ്ലിം ഫോം ഫാക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റി വൈസ് കുഴപ്പമില്ല. ഇതിൻ്റെ പ്രൈസിങ് നമുക്കറിയില്ല, ഏതാണ്ട് 20,000 റുപ്പീസിന് താഴെയാവുമെന്ന് എനിക്ക് തോന്നുന്നു. പ്രോബ്ലി 20 or 21,000 ആയിരിക്കാനാണ് ചാൻസ്. പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പറയുന്നതാണ്. അപ്പോൾ ക്യാമറയെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്യാമറ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൂപ്പർ മാക്രോ, വൈഡ് ആംഗിൾ, ബൊക്കെ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ അവിടെ കാണാം. വീഡിയോ റെക്കോർഡിങ്ങിലാണെങ്കിൽ നമുക്ക് എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. 4K സപ്പോർട്ടഡ് ആണ്. 4K പിന്നെ 1080p റെസൊല്യൂഷന് 30 ഫ്രെയിംസ് പെർ സെക്കൻഡ്, 60 ഫ്രെയിംസ് പെർ സെക്കൻഡ് സപ്പോർട്ടഡ് ആണ്. പിന്നെ 4K വീഡിയോസ് നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് Vivo V20 SE എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റിവ്യൂവിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് വരുന്നത് 4100 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടും. പിന്നെ 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ചാർജും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു Vivo V20 SE അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.